പെൻസിൽ വെച്ച് കാസറ്റിന്റെ അഴഞ്ഞ റീൽ ശ്രദ്ധയോടെ തിരിച്ചുപിടിച്ച് ടേപ്പ് റെക്കോർഡറിലെ പ്ലേ ബട്ടൺ അമർത്തുമ്പോൾ മുറിയിലാകെ പടർന്നു പിടിക്കുന്ന ആ സംഗീതവും ചിരിയും ഓർമ്മയുണ്ടോ? 80കളിലും 90കളിലും ഒരു ഓണക്കാലം എത്തിയാൽ മലയാളി ഏറ്റവുമധികം ആവേശത്തോടെ കാത്തിരുന്നത് കാസറ്റ് കടകളുടെ മുന്നിലായിരുന്നു. തരങ്കിണിയുടെ ഓണപ്പാട്ടുകൾ അടങ്ങിയ കാസറ്റിനായുള്ള നീണ്ട കാത്തിരിപ്പും ദേ മാവേലിക്കൊമ്പത്ത്, ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്നിവയുടെ ചിരിവിരുന്നും അന്നത്തെ ആഘോഷങ്ങളുടെ ആത്മാവായിരുന്നു. കേവലം ഒരു വിനോദോപാധി എന്നതിലുപരി മലയാളിയുടെ സാംസ്കാരിക ബോധത്തെയും കൂട്ടായ്മയുടെ അനുഭവങ്ങളെയും നിർണയിച്ച ഈ ഓഡിയോ കാസറ്റ് കാലഘട്ടം കേരളീയ സാമൂഹിക ജീവിതത്തിലെ ഒരു സുവർണ അധ്യായമാണ്. 1980-ൽ തിരുവനന്തപുരത്ത് KJ യേശുദാസ് സ്ഥാപിച്ച തരങ്കിണി മലയാള സംഗീത വ്യവസായത്തിലും കാസറ്റ് സംസ്കാരത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റീരിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ചലച്ചിത്രേതര ഗാനങ്ങൾ ഓഡിയോ കാസറ്റുകളിലാക്കി വിതരണം ചെയ്ത ആദ്യ പ്രാദേശിക സംരംഭവും തരങ്കിണിയായിരുന്നു. പ്രാദേശിക സംഗീത നിർമ്മാണത്തിനും വിതരണത്തിനുമുള്ള സാങ്കേതിക സൗകര്യങ്ങളുടെ അഭാവം പരിഹരിച്ചുകൊണ്ട് രൂപം കൊണ്ട ഈ സ്ഥാപനം മലയാള ഗാനങ്ങളെ ഭവനങ്ങൾ തോറും എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1983-ൽ തരങ്കിണി പുറത്തിറക്കിയ ഉത്സവഗാനങ്ങൾ വോളിയം 1 ഓണപ്പാട്ടുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തരംഗമായി മാറി. രവീന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച KJ യേശുദാസ് ആലപിച്ച ഉത്രാട പൂനിലാവേ വാ, എന്നും ചിരിക്കുന്ന സൂര്യന്റെ തുടങ്ങിയ ഗാനങ്ങൾ ഉൾപ്പെട്ട ഈ ആൽബം പുറത്തിറങ്ങി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 5 ലക്ഷത്തിലധികം കാസറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ഈ ആൽബത്തിന്റെ വിജയം കേരളത്തിൽ ചലച്ചിത്രേതര ഓണപ്പാട്ടുകൾക്ക് പ്രത്യേകമായ ഒരു വിപണിയും ജനപ്രീതിയും സൃഷ്ടിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ONV കുറുപ്പ്, ജെറി അമൽദേവ് കൂട്ടുകെട്ടിന്റെ ഗാനോത്സവം 1984-ൽ, P ഭാസ്കരൻ, ബോംബെ S കമൽ കൂട്ടുകെട്ടിന്റെ ശരത്കാല പുഷ്പങ്ങൾ 1988-ലും, ഒപ്പം പൊന്നോണ തരങ്കിണി വോള്യൂംസ് 1-4 1992-95 എന്നീ പരമ്പരകളിലൂടെ തരങ്കിണി ഓണസംഗീതത്തെ മലയാളിയുടെ വീടുകളിൽ സ്ഥിരപ്രതിഷ്ഠയാക്കി. ആഘോഷങ്ങളുടെയും വള്ളംകളികളുടെയും ഗൃഹാതുരത്വത്തിന്റെയും പ്രമേയങ്ങൾ കോർത്തിണക്കിയ ഈ ഗാനങ്ങൾ മലയാളിയുടെ ഉത്സവ സങ്കല്പങ്ങൾക്ക് സംഗീതാത്മകമായ അടിത്തറ നൽകി. 80കളുടെ തുടക്കം വരെ ഗാനമേളകളിലും കഥാപ്രസംഗങ്ങളിലും ഒരനുബന്ധ ഇനമായിരുന്ന മിമിക്രി 1980കളുടെ മധ്യത്തോടെയാണ് സ്വതന്ത്ര മാധ്യമമായി വളർന്നത്. 1984-ൽ കലാഭവൻ പുറത്തിറക്കിയ കലാഭവൻ മിമിക്സ് പരേഡ് എന്ന ആദ്യ ഓഡിയോ കാസറ്റ് വൻ വിജയമായതോടെ മിമിക്രി ഗ്രൂപ്പുകൾ ആൽബം രൂപത്തിൽ ഹാസ്യ പരിപാടികൾ കാസറ്റുകളിലാക്കി വിപണിയിൽ ഇറക്കാൻ തുടങ്ങി. ഇത് പിന്നീട് 90കളിൽ വലിയൊരു വാണിജ്യ ശാഖയായി വികസിക്കുകയും ഓണക്കാലത്ത് സവിശേഷമായ സെറ്റൈറിക്കൽ കോമഡി ആൽബങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിക്കുകയും ചെയ്തു. 1991-ൽ നാദിർഷാ, ദിലീപ്, അബി എന്നിവർ ചേർന്ന് തുടക്കം കുറിച്ച ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന ഹാസ്യ ആൽബം മലയാളി പ്രേക്ഷകർക്കിടയിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചത്. ഈ ശീർഷകവുമായി ബന്ധപ്പെട്ട് ഭാഷാപരമായും സാംസ്കാരികമായും ഒരർത്ഥമുണ്ട്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കുന്ന വേളയിൽ സാധാരണ ഭക്ഷണമായ പുട്ട് വിൽക്കാൻ ശ്രമിച്ചാൽ ആരും വാങ്ങില്ല എന്ന നിരീക്ഷണത്തിൽ നിന്നുണ്ടായ പ്രയോഗമാണിത്. സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം ജനപ്രിയമായത്. ഈ ആൽബങ്ങളിലെ പാരഡി ഗാനങ്ങളും രാഷ്ട്രീയ സാമൂഹിക വിമർശനങ്ങൾ നിറഞ്ഞ സ്കിറ്റുകളും ജനങ്ങൾക്കിടയിൽ വലിയ ജനപ്രീതി നേടി. 1990കളുടെ തുടക്കം മുതൽ 2000ങ്ങളുടെ മധ്യം വരെ തുടർച്ചയായി പുറത്തിറങ്ങിയ ദേ മാവേലിക്കൊമ്പത്ത് സീരീസ് മലയാളിയുടെ ആഘോഷ സംസ്കാരത്തിലെ നിർണായക അധ്യായമായിരുന്നു. നാദിർഷായുടെ സംവിധാനത്തിലും പാരഡി രചനയിലും പുറത്തിറങ്ങിയ ഈ ആൽബങ്ങളിൽ ദിലീപ്, കലാഭവൻ മണി, സലീം കുമാർ, അബി, കോട്ടയം നസീർ, സാഗർ ഷിയാസ് തുടങ്ങിയ പ്രമുഖ കലാകാരന്മാർ അണിനിരന്നു. മഹാബലി പാതാളത്തിൽ നിന്ന് ഓണക്കാലത്ത് കേരളം കാണാനെത്തുന്നതും സംസ്ഥാനത്തെ രാഷ്ട്രീയ അസ്ഥിരതയും അഴിമതിയും വിലക്കയറ്റവും കണ്ട് പ്രതികരിക്കുന്നതുമായിരുന്നു ഈ പരമ്പരയുടെ പ്രധാന പ്രമേയം. നടൻ ഇന്നസെന്റിന്റെ സ്വരത്തിൽ മാവേലി സംസാരിക്കുന്നതും അന്തരിച്ച പ്രശസ്ത നടൻ ജയന്റെ തിരിച്ചുവരവും ജനപ്രിയ സിനിമാ ഗാനങ്ങളുടെ ട്രെൻഡിംഗ് പാരഡികളും ചേർന്നപ്പോൾ ഇത് വിപണിയിൽ വൻ വിജയമായി മാറി. 2 പതിറ്റാണ്ടോളം മലയാളികൾക്കിടയിൽ ഈ സീരീസ് ഒരു ട്രെൻഡ് സെറ്ററായി നിലകൊണ്ടു. ഓഡിയോ കാസറ്റ് സംസ്കാരത്തിന്റെ വ്യാപനം കേവലം സംഗീത വാണിജ്യത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല.
1980കളിൽ ആരംഭിച്ച ഗൾഫ് കുടിയേറ്റവും അവിടെ നിന്നും പ്രവാസികൾ നാട്ടിലെത്തിച്ച 2-in-1 ടേപ്പ് റെക്കോർഡറുകളും കാസറ്റുകളുടെ വ്യാപനത്തെ വളരെയധികം വേഗത്തിലാക്കി. വിദേശത്തുള്ള പ്രവാസി മലയാളികൾക്കിടയിലേക്ക് VHS കാസറ്റുകളായും ഓഡിയോ കാസറ്റുകളായും ഈ വിനോദ പരിപാടികൾ എത്തിച്ചേരുകയും നാട്ടിലെ ആഘോഷങ്ങളുമായുള്ള അവരുടെ ബന്ധം ശക്തമാക്കുകയും ചെയ്തു. ഇതിനു പുറമെ സിനിമയ്ക്ക് പുറത്തുള്ള ഒരു ബദൽ കലാമേഖല സൃഷ്ടിക്കാൻ മിമിക്രി പാരഡി ആൽബങ്ങൾക്ക് കഴിഞ്ഞു. പരമ്പരാഗത നാടോടി കലാരൂപങ്ങളായ ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത് എന്നിവയിൽ നിലനിന്നിരുന്ന സമകാലിക സംഭവ വികാസങ്ങളെ ഹാസ്യരൂപേണ പരിഹസിക്കുന്ന ശൈലിയുടെ ആധുനിക മാധ്യമ രൂപമായിരുന്നു ഈ സെറ്റൈറിക്കൽ കാസറ്റുകൾ. ഇതൊരേ സമയം ജനങ്ങൾക്ക് വിനോദവും സാമൂഹിക വിമർശനത്തിനുള്ള അവസരവും നൽകി. 90കളുടെ അവസാനത്തോടെ അനലോഗ് ഓഡിയോ കാസറ്റുകളിൽ നിന്ന് സിഡികളിലേക്കും VCDകളിലേക്കും സാങ്കേതിക വിദ്യ മാറി. തുടർന്ന് ടെലിവിഷൻ ചാനലുകളുടെ കടന്നുവരവും ഉത്സവകാലങ്ങളിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ പ്രത്യേക കോമഡി സ്കിറ്റുകളും ഓഡിയോ ആൽബങ്ങളുടെ വാണിജ്യ പ്രസക്തി കുറച്ചു. 2000-ങ്ങൾക്ക് ശേഷം യൂട്യൂബ്, സ്പോട്ടിഫൈ, ഗാന, ജിയോ7 തുടങ്ങിയ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ സജീവമായതോടെ കാസറ്റ് കടകളും ഓഡിയോ കാസറ്റ് വിപണിയും പൂർണ്ണമായും ചരിത്രത്തിന്റെ ഭാഗമായി മാറി. എങ്കിലും ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പഴയ ഓണപ്പാട്ടുകളും മിമിക്രി ആൽബങ്ങളും ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും വീണ്ടും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് കാസറ്റ് കടകളുടെ മുന്നിൽ വരി നിൽക്കുന്ന അനുഭവമോ പുതിയ കാസറ്റിന്റെ കവർ തുറക്കുമ്പോഴുള്ള സുഗന്ധമോ ഇന്നത്തെ ഡിജിറ്റൽ തലമുറയ്ക്ക് അന്യമാണെങ്കിലും ആ ഓഡിയോ കാസറ്റ് കാലഘട്ടം മലയാളി മനസ്സിൽ സൃഷ്ടിച്ച ഗ്രഹാതുരത്വം ഇന്നും മായാതെ നിലനിൽക്കുന്നു. 80കളിലും 90കളിലും കേരളത്തിന്റെ സാംസ്കാരികാന്തരീക്ഷത്തെ സമ്പന്നമാക്കിയ ഓഡിയോ കാസറ്റ് സംസ്കാരം മലയാളി ആഘോഷങ്ങളെയും വിനോദബോധത്തെയും ആഴത്തിൽ സ്വാധീനിച്ച ഘടകമാണ്. തരംഗിണിയിലൂടെ പടർന്നു പന്തരിച്ച ശ്രവണസുന്ദരമായ ഓണപ്പാട്ടുകളും ഓണത്തിനിടക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ ദേ മാവേലി കൊമ്പത്ത് എന്നീ ആൽബങ്ങളിലൂടെ തരംഗമായി മാറിയ ജനപ്രിയ ഹാസ്യസങ്കല്പങ്ങളും മലയാളി ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത പങ്കുവഹിച്ചു. ഭൗതിക മാധ്യമം എന്ന നിലയിൽ കാസറ്റുകൾ അപ്രത്യക്ഷമായെങ്കിലും അവ പകർന്നുകൊടുത്ത മനോഹരമായ സംഗീതവും ചിരിയും മലയാളി വർത്തമാനകാലത്തും ഏറെ ആവേശത്തോടെ നെഞ്ചേറ്റുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.